ഒക്കെ ഒരു പേരുടെ അയക്ക് രാമു എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. അയാൾ നല്ലോണം ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. വലിയ കുഴപ്പമില്ലാണ്ട് അയാളുടെ ജീവിതം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിക്കണമെന്ന് അയാൾക്ക് മനസ്സിലായി. ഭയങ്കര ടയേർഡ് ആവാൻ തുടങ്ങി. നല്ലോണം ഉറങ്ങണൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ടയേർഡാണ് അയാൾ. ഷുഗർ ലെവൽ കൂടാൻ തുടങ്ങി, വെയിറ്റ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ഡൈജഷനൊക്കെ ഒരു സുഖമില്ലാണ്ടായി തുടങ്ങി. ഡൈജഷൻ ഒന്നും ശരിയാവണില്ല. അതന്നെ എപ്പോഴും ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ്, ഒരു മൂഡൊക്കെ നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് മൂഡിലേക്കൊക്കെ പോകണു. അപ്പോൾ രാമു ഒരു ഡോക്ടറിനെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് രാമുവിനോട് ചോദിച്ചു, രാമു എത്ര മണിക്കാണ് കിടന്ന് ഉറങ്ങാൻ പോകുന്നത്? രാമു മറുപടി പറഞ്ഞു, ഞാനൊരു മിഡ് നൈറ്റ് കഴിയും, 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. എത്ര മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത്? അതൊരു 10-11 മണിയൊക്കെ ആകുമ്പോൾ രാത്രി. ഓക്കെ ഫൈൻ. എപ്പോഴാണ് ഫോൺ മാറ്റി വയ്ക്കുന്നത്? അത് ഞാൻ ഉറങ്ങണ വരെയും ഫോൺ യൂസ് ചെയ്യും. അപ്പോൾ ഡോക്ടർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, രാമു, ദ പ്രോബ്ലം ഇസ് നോട്ട് വിത്ത് യുവർ ഫുഡ്. നിങ്ങളുടെ പ്രോബ്ലം സമയമാണ്. ഇപ്പോൾ ഡോക്ടർ ഒരു സീക്രറ്റ് പറഞ്ഞു കൊടുത്തു. നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ക്ലോക്ക് ഉണ്ട്. ഈ ക്ലോക്ക് നമ്മുടെ സ്ലീപ്പിനെ കൺട്രോൾ ചെയ്യണു, നമ്മുടെ ഡൈജഷൻ കൺട്രോൾ ചെയ്യണു, നമ്മുടെ ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യണു, ഷുഗർ, ഫാറ്റ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യണ ഈ ഒരു ക്ലോക്കാണ്. ഈ ക്ലോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യണേ? ഈ ക്ലോക്ക് വർക്ക് ചെയ്യണേ വെൻ യു വേക്കപ്പ് വിത്ത് ദ സൺ. നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മളും എണീറ്റാൽ ഈ ക്ലോക്ക് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങും. നമ്മൾ ലേറ്റായിട്ട് എണീക്കുമ്പോൾ ഈ ക്ലോക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഈ ക്ലോക്ക് തന്നെ ബ്രേക്കായി പോകും. അപ്പോൾ ഡോക്ടർ രാമുവിനോട് പറഞ്ഞു, നീ ചേഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിന്റെ ഫുഡ് പാറ്റേൺ അല്ല ചേഞ്ച് ചെയ്യേണ്ടത്, നീ ചേഞ്ച് ചെയ്യേണ്ടത് നിന്റെ മെഡിസിൻസ് അല്ല, നീ ചേഞ്ച് ചെയ്യേണ്ടത് നിന്റെ ടൈമിങ്സ് ആണ്. അപ്പോൾ രാമു രാവിലെ സൂര്യൻ ഉദിക്കണതിൻ്റെ ഒപ്പം തന്നെ രാമു എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റ് സമയത്തിന് തന്നെ കഴിച്ചു. ഉച്ചയ്ക്ക് ഒരു 12-1.5 മണിക്കുള്ളിൽ ലഞ്ച് കഴിച്ചു. 7:30 മുമ്പ് ഡിന്നർ കഴിച്ചു. 10 മണിയായപ്പോൾ പോയി കിടന്നുറങ്ങി. അതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ഫോൺ മാറ്റി വെച്ചു. 30 ദിവസം കഴിഞ്ഞപ്പോൾ ഹി വാസ് അമേസ്ഡ്. വെയിറ്റ് റെഡ്യൂസ് ചെയ്തു. അവൻ്റെ ഉറക്കം നല്ല ഡീപ്പ് ഉറക്കം കിട്ടി തുടങ്ങി. അവൻ്റെ ഷുഗർ ലെവൽ താഴത്തേക്ക് വന്നു. നല്ല എനർജി കിട്ടാൻ തുടങ്ങി. ഡൈജഷൻ പ്രോപ്പറായി. മൂഡ് സ്വിങ്സ് ഇല്ലാണ്ടായി. അപ്പോൾ രാമു ചെന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഐ ഡിഡൻറ്റ് ഫിക്സ് മൈ ബോഡി, ഐ ഫിക്സ് മൈ ടൈം. ഞാൻ എൻ്റെ ബോഡിയെ ഫിക്സ് ചെയ്യല്ല ചെയ്തത്, ഞാൻ എൻ്റെ ക്ലോക്കിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ സ്റ്റോറിയുടെ മോറൽ എന്താ? നമ്മുടെ ശരീരമല്ല ബ്രേക്ക് ഡൗൺ ആയി പോകണം, നമ്മുടെ ടൈമിങ്സ് ആണ് മൊത്തത്തിൽ